സമസ്തയിൽ തർക്കം രൂക്ഷം. ഉമർ ഫൈസി മുക്കത്തെ മാറ്റണമെന്ന ലീഗ് അനുകൂല വിഭാഗത്തിന്റെ ആവശ്യം തള്ളി സമസ്ത നേതൃത്വം. തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ പോയ സാഹചര്യത്തിൽ പ്രത്യേക മുശാവറ യോഗം അടുത്ത 2 ആഴ്ചയ്ക്കകം വീണ്ടും ചേരും. മധ്യസ്ഥതയിൽ പറഞ്ഞ നിബന്ധനകൾ പാലിക്കാത്ത CIC-യുമായി സമസ്തയ്ക്ക് ബന്ധമില്ലെന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളും വ്യക്തമാക്കി. സമസ്ത ലീഗ് ബന്ധത്തിലെ വിടവ് രൂക്ഷമായ സാഹചര്യത്തിലാണ് സമസ്തയുടെ പണ്ഡിത സഭ മുശാവറ യോഗം ചേരുന്നത്. മാധ്യമങ്ങൾ പുറത്തു പറഞ്ഞ തർക്കവിഷയങ്ങൾ എല്ലാം മുശാവറ യോഗത്തിൽ ഉയർന്നുവെന്നും തർക്കവിഷയങ്ങൾ ചർച്ച ചെയ്യാനായി 10 ദിവസത്തിനുള്ളിൽ പ്രത്യേക മുശാവറ യോഗം വിളിച്ചു ചേർക്കുമെന്നും സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അതിന് സമയം കഴിഞ്ഞപ്പോൾ അത് നിർത്തിവെച്ചു. അടുത്ത ദിവസത്തിൽ ഏകദേശം ഒരാഴ്ചനുള്ളിലോ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിലോ രണ്ടാമത് മുശാവറ വിളിക്കാൻ തീരുമാനിച്ചു. ലീഗ് സംസ്ഥാന നേതൃത്വത്തിൽ രൂപീകരിച്ച ആദർശ സംരക്ഷണ സമിതി രൂപീകരണ യോഗത്തിൽ സമസ്തയിലെ ലീഗ് അനുകൂലികൾ പങ്കെടുത്തത് സമസ്തയെ പിളർപ്പിലേക്ക് നയിക്കുവാനാണെന്ന പരാതി ചർച്ച ചെയ്യും. ഉമർ ഫൈസി മുക്കം സാദിഖ് അലി തങ്ങളെ വിമർശിച്ചതുമായി ബന്ധപ്പെട്ട് ലീഗ് അനുകൂലികൾ ഉമർ ഫൈസി മുക്കത്തെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടതും ചർച്ചയാവും. അതേസമയം കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസുമായി ബന്ധപ്പെട്ട് ലീഗ് സമസ്ത ധാരണ പാലിക്കാത്തതിലും ഹക്കീം അദ്രിശ്ശേരിയെ വീണ്ടും ജനറൽ സെക്രട്ടറി ആക്കിയതിലും സമസ്തയ്ക്കുള്ള വിരോധം വ്യക്തമാക്കിക്കൊണ്ട് CIC-യുമായി സമസ്തയ്ക്ക് ഇനി യാതൊരു ബന്ധവുമില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ഹക്കീം ഫൈസിയെ രണ്ടാമത് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലുമായിക്കൊണ്ട് ആദ്യമുള്ള തീരുമാനം അത് രണ്ടാമത് പിന്നെ ആവർത്തിക്കണം. ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്ന CIC അല്ലെങ്കിൽ അദ്ദേഹം ഭാഗമാക്കാവുന്ന വിദ്യാഭ്യാസ സംവിധാനമായിട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് യാതൊരു ബന്ധവുമില്ല. PV ജോഷില, കൈരളി ന്യൂസ്, കോഴിക്കോട്.